വിജയ് ജയിക്കാൻ തുനിഞ്ഞിറങ്ങിയവന്റെ മൗനത്തിന് കൊടുങ്കാറ്റിനേക്കാൾ ശക്തി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ വിജയ് അണ്ണന്റെ വിജയം ഇപ്പോ തെളിയിക്കുന്നത് അല്ലെ. ഇദ്ദേഹം ഇലക്ഷൻ നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തു നിന്നും വിമർശനങ്ങളായിരുന്നു. കോമാളി പരിവേഷം പോലും ഇദ്ദേഹത്തിന് മുകളിൽ ചാർത്തി കൊടുത്തിരുന്നു. പക്ഷെ ആ വിമർശനങ്ങൾക്കൊന്നും മറുപടി പറയാതെ മൗനം പാലിച്ചുകൊണ്ട് തന്റെ വർക്കിൽ ഫോക്കസ് ചെയ്തു. അതുകൊണ്ടാണ് അസംഭവ്യം എന്ന് കരുതി ഈ മഹാവിജയം അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദ്രവീഡിയൻ പാർട്ടി സ്ട്രക്ചർ പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന ആ ഒരു സംസ്ഥാനത്ത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മറ്റൊരു പാർട്ടി ഇത്തരത്തിൽ അധികാരത്തിലേക്ക് വരുന്നത്. അത് വിജയിയുടെ ഒരു കഠിനാധ്വാനത്തിന്റെ റിസൾട്ടാണ്. ഓരോ PSC UPSC വിദ്യാർത്ഥി ഇത് മനസ്സിലാക്കണം. നാട്ടുകാർ എന്തോ പറഞ്ഞോട്ടെ, ഇതൊക്കെ പഠിക്കാൻ തുടങ്ങി കുറെ കാലമായില്ലേ, ജയിക്കോ, ഈ പരീക്ഷയ്ക്ക് പഠിക്കണോ എന്നൊക്കെ പല രീതിയിലുള്ള വിമർശനവും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. മൈൻഡ് ചെയ്യേണ്ട, വിജയണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് എന്ത് ചെയ്യുക, അങ്ങോട്ട് പഠിച്ചു തുടങ്ങുക. വിജയം നിങ്ങളെ തേടിയെത്തും. പക്ഷെ വർക്ക് ഇടണം. വിജയ് ചെയ്തതുപോലെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള വർക്ക് ഇടണം. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം ഇതൊന്നുമല്ല. വിജയ് അല്ലെങ്കിൽ തമിഴ്നാട് എലക്ഷൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പല പല കോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസെപ്റ്റുകളും, ഇപ്പം ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ, അല്ലെങ്കിൽ തൂക്ക് മന്ത്രിസഭ, ഹങ് അസംബ്ലി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു റോളിൽ ഗവർണറിന്റെ റോൾ എന്താണ്, ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഗവർണറിന്റെ റോൾ എന്താണ്, ഇത്തരത്തിലുള്ള വളരെ ഡീപ്പായിട്ടുള്ള ടോപ്പിക്സിൽ പല രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഞാൻ പറയുന്നൊരു കാര്യമാണ്, എപ്പോഴും പറയുന്നൊരു കാര്യം എന്താണ്, അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കണം. പരീക്ഷയുടെ പൾസ് അറിഞ്ഞ് പഠിക്കണം. ഇത്തരത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ അത് പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ്. PSC യിലായിക്കോട്ടെ UPSC യിലായിക്കോട്ടെ. കാര്യം ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ ഓൾറെഡി പരീക്ഷയ്ക്ക് വന്നതാണ്. അത് ഈ ഒരു കേസിന് വരുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസിൽ പോലും ആ ടോപ്പിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും താമസിയാതെ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാം, പഴുതടച്ച് പഠിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരും ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. ടെലിഗ്രാമിൽ ഇത്തരത്തിലുള്ള റയർ നോട്ട്, വളരെ റിസർച്ച് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ടാണ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറെ കാര്യങ്ങളുണ്ട്, റാങ്ക് മേക്കിംഗ് പോയിന്റുകളുണ്ട്. ഇതിനോടൊപ്പം ഡെയിലി അവിടെ ഫ്രീ MCQs അല്ലെങ്കിൽ ഫ്രീ മോക്ക് ടെസ്റ്റ് ഡെയിലി തരുന്നുണ്ട്. അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്താണ് വിജയ് അണ്ണൻ കുറെ കഷ്ടപ്പെട്ട് തന്നെയാണ് ദളപതി പല രീതിയിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചാണ് ഈ ഇലക്ഷനിൽ ഇത്രയും വലിയൊരു വിജയം നേടിയത് അല്ലെ. മൊത്തത്തിൽ 234 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അണ്ണന്റെ പാർട്ടി TVK, തമിഴ് വെട്രി കഴകം, അവർ മത്സരിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, ഒരു നിയമസഭാ ഇലക്ഷൻ മത്സരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പകുതിയിൽ കൂടുതൽ സീറ്റ് ആർക്കാണോ കിട്ടുന്നത് അയാൾക്കായിരിക്കും, ആ ഒരു അലയൻസ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കായിരിക്കും അധികാരം പിടിച്ചെടുക്കാൻ പറ്റുക. ചീഫ് മിനിസ്റ്ററെ ഫിക്സ് ചെയ്യാൻ പറ്റുക അവർക്കായിരിക്കും. ഇവിടെ 234 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നമുക്ക് 217 അതിന്റെ കറക്റ്റ് പകുതി എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ഒരു സീറ്റും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അധികാരം പിടിച്ചെടുക്കാനും അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനെ ഫോം ചെയ്യാനും പറ്റത്തുള്ളൂ. അതായത് മൊത്തത്തിൽ 118 സീറ്റ് വേണം. പക്ഷെ വിജയ് ഒറ്റയ്ക്ക് 108 സീറ്റ് പിടിച്ചു. അപ്പൊ നമുക്ക് ഏകദേശം ഒരു 10 സീറ്റിന്റെ കുറവുണ്ട്. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുന്നത് അറിയോ, ഇപ്പൊ ഇതിനെയാണ് നമ്മൾ തൂക്കി മന്ത്രിസഭ, ഹങ് അസംബ്ലി എന്ന് വിളിക്കുന്നത്. ആർക്കും ഭൂരിപക്ഷം ഇല്ല. DMK ഇല്ല, ADMK ഇല്ല, TVK ഇല്ല, ആർക്കും ഭൂരിപക്ഷം ഇല്ല. പക്ഷെ ഏറ്റവും വലിയ പാർട്ടി TVK ആണ്. മറ്റുള്ളവരെക്കാൾ സീറ്റ് വരെ പിടിച്ചിട്ടുണ്ട്. സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി അവരാണ്. സ്റ്റിൽ അവർക്ക് ഭൂരിപക്ഷമില്ല. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായി തമിഴ്നാട് ഹങ് അസംബ്ലി, തൂക്ക് മന്ത്രിസഭ, ഇതിനെയാണ് നമ്മൾ തൂക്ക് മന്ത്രിസഭ എന്ന് വിളിക്കുന്നത്. ആർക്കും ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റുന്ന അവസ്ഥ, അതിലേക്ക് പോവുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രധാനമായിട്ടും 2 ഭരണഘടനാ അനുച്ഛേദങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് അരച്ചു കലക്കി പഠിക്കണം. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ആ അനുച്ഛേദങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ സിറ്റുവേഷന്റെ ഒരു ഗ്രാവിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, again നമ്മുടെ ടോപ്പിക്കിൽ പോകുന്നതിന് മുമ്പായിട്ട് പല വിദ്യാർത്ഥികളും നമ്മുടെ മെയിൻസ് ബാച്ചിനെ പറ്റി എൻക്വയറി ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് ആഴത്തിൽ പഴുതടച്ച് പഠിക്കാനായിട്ട് ഞങ്ങൾ ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിലേക്ക് വരാം. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് സിലബസ് സമഗ്രമായി തന്നെ കവർ ചെയ്തിട്ടും ഒന്നിൽ കൂടുതൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നെങ്കിൽ കോംബോ ബാച്ചും അവൈലബിൾ ആണ്. ഓക്കെ, ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം. അതുപോലെ 10th പ്ലസ് 2 പരീക്ഷകൾക്കും ലോങ് ടേം ആയിട്ടുള്ള അടുത്ത വർഷത്തെ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് അടിപൊളി കോച്ചിങ് കൂടെ കിട്ടും കേട്ടോ. അപ്പൊ നമ്മുടെ ടോപ്പിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നമ്മൾ നേരത്തെ ആർക്കും ഭൂരിപക്ഷമില്ല. ഈ ഒരു അവസരത്തിൽ സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഗവർണറിന് അദ്ദേഹത്തിന് ഒരു ഡിസിഷൻ എടുക്കാം, ഒരു വിവേചനാധികാരം എടുക്കാം. കൂട്ടത്തിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ല എന്നുണ്ടെങ്കിൽ തമ്മിൽ ഭേദം തോമൽ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സീറ്റ് ഉള്ള ഒരു പാർട്ടിയെ തിരഞ്ഞെടുത്തിട്ട് അയാളെ പിടിച്ച് അതിന്റെ നേതാവിനെ പിടിച്ച് ചീഫ് മിനിസ്റ്റർ ആക്കിയിട്ട് പിന്നീട് ഭൂരിപക്ഷം തെളിയിച്ചാൽ മതി എന്ന് ഗവർണറിന് പറയാം. അതാണ് പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം. അതിനെപ്പറ്റി നമ്മൾ താഴെ ഡിസ്കസ് ചെയ്യും.
പക്ഷെ ഇവിടെ ഗവർണർ അത് ചെയ്തില്ല. ഇവിടെ ഗവർണർ വിജയ് എടുത്ത് പറഞ്ഞ് നിങ്ങളെ ചീഫ് മിനിസ്റ്റർ നോക്കാൻ നോക്കത്തില്ല, നിങ്ങൾ പോയ ആൾക്കാരുടെ ഒപ്പ് വാങ്ങിച്ചോ, MLA മാരുടെ എത്ര 118 MLA മാരുടെ ഒപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നിങ്ങളെ ചീഫ് മിനിസ്റ്റർ ആക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആക്കത്തില്ലെന്ന് ഗവർണർ കട്ടായം പറഞ്ഞു. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത സംഭവമാണ്. സാധാരണഗതിയിൽ ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഇതിന്റെ ഒരു വലിയൊരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു. ഇപ്പോ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് എന്താ, ആർക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തിനെ പിടിക്കും, കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒരാളെ പിടിച്ചിട്ട് ചീഫ് മിനിസ്റ്റർ ആക്കി നിങ്ങൾ പെതുക്കെ ഭൂരിപക്ഷം ഒക്കെ തെളിയിച്ചിട്ട് വന്നാൽ മതി എന്നുള്ള രീതിയിൽ ഗവർണർ അയാളെ പറഞ്ഞുവിടും. പക്ഷെ ഇവിടെ ഗവർണർ നിങ്ങൾ പോയി ആൾക്കാരുടെ എഗ്രിമെന്റ് ഒക്കെ എഴുതിക്കൊണ്ട് വാ എന്നൊക്കെ പറയുകയാണ്. ഇത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് ഗവർണറിന്റെ മുമ്പിലല്ല, നിയമസഭയുടെ മുമ്പിലാണ്. അപ്പൊ അതാണ് ആർട്ടിക്കിൾ 163 പറ്റി നമുക്ക് പറയാനുള്ളത്. ഇവിടെ ഭരണഘടനയുടെ ഒരു അടിസ്ഥാനമായിട്ടുള്ള തത്വം ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളൊന്നും ഭരണഘടന എഴുതി വെച്ചിട്ടില്ല. നമുക്കറിയാം, ന്യൂക്ക് ആൻഡ് കോൺവെർട്സ് എഴുതി വയ്ക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഗവർണറിന് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരം ഡിസിഷൻ എടുക്കുക. അതിനാണ് സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് വിവേചനാധികാരം ഉപയോഗിക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ ഉള്ളത് വേറെയാ. അതായത് കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിട്ടുള്ള ചില ഡിസ്ക്രിപ്ഷണറി പവർ, വിവേചനാധികാരമുണ്ട്. വിവേചനാധികാരം മീൻസ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാനുള്ള അധികാരം എന്ന് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. കുറച്ചുകൂടി ഡീപ്പാണ് ആ ടോപ്പിക്. അപ്പൊ ഞാൻ നേരത്തെ വന്നത് ഗവർണറിന്റെ സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ എടുത്ത് പറയുന്നില്ല, പക്ഷേ സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ ആണ് ദാറ്റ് ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഒരാളെ പിടിച്ച് മുഖ്യമന്ത്രിയായിട്ട് അയാളുടെ പതുക്കെ ഭൂരിപക്ഷം തെളിയിച്ച് തന്നാൽ മതി എന്ന് പറയാം. അപ്പൊ ഇതിനെയൊക്കെ അടിസ്ഥാനമായിട്ടുള്ള രണ്ട് ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ 163, 164. അപ്പൊ ഇത് നമുക്ക് ചോദ്യം വരും, എന്താണ് ആർട്ടിക്കിൾ 163 പറയുന്നത്? ദാറ്റ് there shall be a council of ministers headed by chief minister to aid and advise governor. നമ്മുടെ ഭരണഘടനാ തലവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണറാണ്. ചീഫ് മിനിസ്റ്റർ പൊളിറ്റിക്കൽ ഹെഡാണ്, രാഷ്ട്രീയമായിട്ടുള്ള തലവനാണ് ഒരു സംസ്ഥാനത്തിന്റെ. സെൻട്രൽ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോ ഗവർണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ സ്റ്റാമ്പ് ആണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. കാര്യം അത് സ്വന്തമായിട്ട് അങ്ങനെ തീരുമാനം എടുക്കാനുള്ള കഴിവൊന്നും അല്ലെങ്കിൽ പവറൊന്നും ഇല്ല. ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ത് പറയുന്നു, അവർ എന്ത് ഉപദേശം കൊടുക്കുന്നു, അത് വേണം ഗവർണർ ചെയ്യാൻ. അതാണ് ആർട്ടിക്കിൾ 163 പറയുന്നൊരു കാര്യം. പക്ഷേ ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യും? ഇപ്പൊ ഇലക്ഷൻ നടക്കുന്നു, ഇതുള്ളത് ചീഫ് മിനിസ്റ്റർ 8 നില പൊട്ടി. അപ്പൊ അത്തരം സാഹചര്യത്തിലാണ് ഗവർണറുടെ സിറ്റുവേഷണൽ ഡിസ്ക്രിപ്ഷൻ, അല്ലെ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റും. ഇതാണ് ആർട്ടിക്കിൾ 163 പറയുന്നൊരു കാര്യം. ഇനിയാണ് ആർട്ടിക്കിൾ 164. ഏറ്റവും ഇമ്പോർട്ടന്റ് ആർട്ടിക്കിൾ ഇതാണ്. നമുക്ക് മുമ്പ് ചോദ്യം വന്നിട്ടുള്ള ആർട്ടിക്കിൾ ഇതാണ്. ഇവിടെ ആരാണ് ചീഫ് മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഗവർണറാണ് ചീഫ് മിനിസ്റ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്ററിന്റെ നിർദ്ദേശപ്രകാരം ഗവർണർ തന്നെയാണ് മറ്റ് മന്ത്രിമാരെ അപ്പോയിന്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യൽ സെന്റൻസ് ഉണ്ട്. ചീഫ് മിനിസ്റ്റർ ആൻഡ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് പ്ലഷർ ഓഫ് ഗവർണർ. ഗവർണറിന്റെ ഇഷ്ടമുള്ളപ്പോ, അതായത് ഗവർണറിന്റെ പ്ലഷർ, ഗവർണറിന്റെ പ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഓഫീസിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഗവർണറിനെ ഇവരെ ചവിട്ടി പുറത്താക്കാം എന്നാണ് ഇതിന്റെ വ്യാഖ്യാനം. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെ അല്ല സിറ്റുവേഷൻ. ഇപ്പൊ കേരളത്തിലെ ഒരു ഇഷ്യൂ നടന്നിരുന്നു, അല്ലെ? ചീഫ് മിനിസ്റ്ററും ഗവർണറും നമ്മൾ ഉടക്കം വന്നപ്പോഴത്തേക്ക് ഗവർണർ പറഞ്ഞൊരു കാര്യമാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ. ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും എന്റെ പ്രീതി, എന്റെ പ്ലഷർ അനുസരിച്ച് വർക്ക് ചെയ്യേണ്ട ആൾക്കാരാണ് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിരുന്നു. പിന്നെ തെറ്റാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലായി. കാര്യം ഈ പ്ലഷർ എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ പ്ലഷർ ആണ്, അല്ലാതെ എന്നെ അങ്ങ് സൂചിപ്പിച്ച് നിർത്തണം, ഇൻഡിവിജ്വൽ പ്ലഷർ അല്ല ഉദ്ദേശിക്കുന്നത്. ഭരണഘടനാപരമായിട്ട് ചീഫ് മിനിസ്റ്ററും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും വരെ പണി എടുക്കുന്നുണ്ടെങ്കിൽ ഗവർണർ ഒന്നും ചെയ്യാൻ. ഈ ഒരു സംഹിതയാണ് ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നമ്മളൊരു വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ട്, ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ സിലബസിനകത്ത് ഈ ടോപ്പിക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാണെന്ന് നിങ്ങളൊന്ന് കമന്റ് സെക്ഷനിൽ പറഞ്ഞേ. ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ ടോപ്പ് അടിക്കാൻ പോകുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും ആ ഒരു ചോദ്യത്തിന് ഉത്തരം അറിയാൻ പറ്റുന്നത്. ഡോക്ട്രൈൻ ഓഫ് പ്ലഷർ, അതിന്റെ ഭരണഘടന അനുച്ഛേദം ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 164 ഈ ഒരു കാര്യം പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 164 രണ്ടാമത്തെ പാർട്ട്, ആർട്ടിക്കിൾ 164 സബ്സെക്ഷൻ 2. ഇതിനകത്ത് പറയുന്ന കാര്യമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി. നിയമസഭയുടെ മുമ്പിൽ ഇവർ റെസ്പോൺസിബിൾ ആണ്. അതായത് ചുരുക്കം ഇത്രയേ ഉള്ളൂ, നിയമസഭാ അംഗങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്ററിനെയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെയും ഒക്കെ ചവിട്ടി പുറത്താക്കാം. കാര്യം അവരുടെ അടുത്ത് ഇവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനെയാണ് അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മോഷൻ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഭരണഘടനയിൽ എവിടെയും നോൺ കോൺഫിഡൻസ് മോഷൻ എന്നൊരു വാക്ക് ഉച്ചരിക്കുന്നില്ല. ഈ ആർട്ടിക്കിൾ 164 സബ്സെക്ഷൻ 2 അണ്ടറിലാണ് വരുന്നത്. അതിനെപ്പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, ജസ്റ്റ് ഇത് കേട്ടിരുന്നാൽ മതി. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? വിജയ്ക്ക് ഈ സത്യവാചകം, ഓത്ത്, പ്രതിജ്ഞ ഗവർണർ ചൊല്ലിക്കൊടുത്തപ്പോഴത്തേക്കും വിജയ് ഭയങ്കര സിനിമാറ്റിക് സ്റ്റൈലിൽ ജോസഫ് വിജയ് എൻട്രനാൻ തമിഴ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പറഞ്ഞു, അല്ലേ? കുറച്ച് കഴിയുമ്പോഴത്തെ ഗവർണർ പറയും, ഇത് മര്യാദയ്ക്ക് ഒന്നും കൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞു.
അങ്ങനെ വിജയ് ഒന്നും കൂടെ പ്രതിജ്ഞ എടുക്കുന്ന ആ ഒരു സംഭവമുണ്ട്. കാര്യം ഓത്ത് എടുക്കുന്ന ചില ടെക്നിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അതിനെ പറ്റിയൊക്കെ പറയുന്നതാണ് ആർട്ടിക്കിൾ 164 സബ്സെക്ഷൻ 3. ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ചീഫ് മിനിസ്റ്ററിന് ഗവർണറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അത് ഭരണഘടനയുടെ 3-ാം ഷെഡ്യൂളിലാണ് അത് വരുന്നത്. ഈ ഒരു 2 ഫാക്ട് മാത്രം നോക്കിയിരുന്നാൽ മതി. അതിന്റെ ടെക്നിക്കാലിറ്റിയെ പറ്റി അങ്ങനെ കൂടുതൽ കൊണ്ട് പോണ്ട. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരവാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. പക്ഷെ അത് ഭരണഘടന അവിടെ ഇങ്ങനെ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിയ കമ്മീഷൻ ഉണ്ട്. സർക്കാരിയ കമ്മീഷൻ സ്ഥിരം ചോദ്യമാണ്. സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷൻ ഒക്കെ അല്ലെ. സർക്കാരിയ കമ്മീഷന്റെ വർഷം എത്രയാണ്? 1988. വെങ്കടാചാര്യ കമ്മീഷൻ വർഷം 2002. പുഞ്ചി കമ്മീഷൻ 2010. ഈ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് അല്ലെ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫെഡറൽ സംഹിത, ഇതിനെയൊക്കെ പറ്റി വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കമ്മീഷൻസ് ആണ്. അപ്പൊ ഇവരുടെ ഉപദേശപ്രകാരമാണ് നമ്മുടെ പൊളിറ്റി വർക്ക് ചെയ്യുന്നത്. ഈ കമ്മീഷന്മാർക്കൊക്കെ പണ്ടേ പറയുന്നുണ്ട്, ഒരു പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഏറ്റവും ഭൂരിപക്ഷം ഉള്ള ഒരു പാർട്ടിയെ സെലക്ട് ചെയ്യുക, അയാളുടെ ചീഫ് മിനിസ്റ്റർ ആക്കുക. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതാണ്. അയാൾ പിന്നെ പതുക്കെ ഭൂരിപക്ഷം തെളിയിച്ചോളും. തെളിയിച്ചില്ലെന്നുണ്ടെങ്കിൽ റീ ഇലക്ഷൻ വിളിക്കണം. അതാണ് ഈ കമ്മീഷൻസിന്റെ റെക്കമെൻഡേഷൻ. പക്ഷെ ഗവർണർ ഇവിടെ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു സ്റ്റാൻഡായിരുന്നു എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം വിമർശനം അത് ഏറ്റുവാങ്ങിച്ചിരുന്നു. പക്ഷെ വിജയ് എന്ന് വെച്ചാൽ വിജയ് ആണല്ലേ. വിജയ് എന്ത് ചെയ്തു? ഈ ഒപ്പ് വാങ്ങിക്കാൻ അങ്ങനെ പോയില്ല. ഈ VCK എന്നൊരു പാർട്ടി ഉണ്ടല്ലേ, പിന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരുടെ കൂടെ ചേർന്ന് ഇവരുടെ കയ്യിൽ നിന്ന് അഡീഷണൽ സീറ്റ് വാങ്ങിച്ച് ഇപ്പം വിജയ്ക്ക് 121 MLA-മാരുടെ പിന്തുണയുണ്ട്. 118 മതിയായിരുന്നു. പക്ഷെ ഇപ്പം വിജയ് കളിച്ച് 121 MLA-മാരുടെ പിന്തുണ നേടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി അങ്ങനെയാണ് വിജയ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ എടുത്തത്. മനസ്സിലായല്ലോ. ഗവർണർ ഒരു കളി അങ്ങോട്ട് കളിച്ചപ്പോൾ വിജയ് അതൊക്കെ മുകളിൽ കളിച്ചു. ഇതാണ് പറയുന്നത് കൺവിക്ഷൻ അല്ലെങ്കിൽ കോൺഫിഡൻസ്, പണിയെടുക്കാനുള്ള മനസ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഏത് പരീക്ഷയായാലും എന്ത് പ്രതിസന്ധി ആയാലും തരണം ചെയ്യാൻ പറ്റും. വിജയ് ഇലക്ഷൻ എന്നൊരു പരീക്ഷ ഓവർകം ചെയ്തു. നിങ്ങൾ ഓരോരുത്തരും PSC UPSC എന്നൊരു പരീക്ഷ ഓവർകം ചെയ്യാൻ ഇതിനായി ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങളോടുണ്ട്. അപ്പൊ വിജയിക്കും എന്ന് ഉറപ്പിച്ച് പഠിക്കുന്ന ടീംസ് ഉണ്ടല്ലോ. വിജയ് അങ്ങനെയാണ് ഇലക്ഷനിൽ കോണ്ടസ്റ്റ് ചെയ്തത്. വിജയിച്ചിരിക്കും എന്ന് ഉറപ്പിച്ചിട്ടാണ് അദ്ദേഹം ഇലക്ഷൻ മത്സരിച്ചത്. നിങ്ങളും അതുപോലെ ഈ പരീക്ഷയിൽ മത്സരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ വിജയ് എന്ന് കമന്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.